നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം, അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമായ വീക്കിലി, ഡെയിലിയിൽ പോയി നല്ല സപ്പോർട്ടുകൾ, നല്ല റെസിസ്റ്റൻസുകൾ, മുമ്പിലോട്ട് പോകുമ്പോഴത്തേനും ഏത് ട്രെൻഡിലാണ് മൂവ് ചെയ്യാൻ കൂടുതൽ ചാൻസ് എന്നൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മന്ത്ലി ചാർട്ടാണ് നിഫ്റ്റിയുടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, ലാസ്റ്റ് ക്യാൻഡിൽ അത് നമ്മുടെ നവംബർ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിലാണ്. അപ്പം നവംബർ മാസം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ലെവലാണെന്ന്, 18,900 എന്ന റീജിയൻ. കാരണം ഇങ്ങനെ വന്ന് ഈ ഒരു രണ്ട് റീജിയനിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് മുകളിൽ പോയിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതകളുള്ള ലെവലായിരുന്നു 18,900 എന്ന റീജിയനിൽ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ പോയ മാർക്കറ്റ് താഴോട്ട് വന്നപ്പം 18,900 എന്ന പോയിന്റിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പതുക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിന് മുമ്പത്തെ ക്യാൻഡിൽസ്, മന്ത്ലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് ഒരു സൈഡ് വേസ്, ഒരു ചെറിയൊരു സ്ലോപ്പ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പതുക്കെ തെന്നി സൈഡ് വേസ് ബീറിഷ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മാർക്കറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റീജിയന് താഴെ നമുക്ക് ക്ലോസിങ്ങുകൾ കിട്ടുവാണെങ്കിൽ, അതായത് ഒരു വീക്കിലിയിലാണെങ്കിലും ക്ലോസിങ് ചെയ്ത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 18,900 താഴെ വീക്കിലിയിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ. ഓക്കെ, ഇതിന് താഴെ നമുക്കൊരു വീക്കിലിയിലാണെങ്കിലും ക്ലോസിങ് കിട്ടുവാണെങ്കിൽ, അപ്പോൾ 18,900 താഴത്തെ ലെവലിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള റീജിയനാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു റീജിയനിൽ നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് എടുക്കുന്നത് പോലെ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും മാർക്കറ്റ് പോസിറ്റീവായി മുകളിലേക്ക് പോകും എന്നൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതിനു മുമ്പത്തുള്ള വീക്കിൽ നമുക്ക് കൃത്യമായിട്ട് നല്ല ഒരു ബീറിഷ് ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ താഴെ എത്തിച്ചു. അതിനുശേഷം മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നേക്കാം. ഓക്കെ, നമുക്കത് വീക്കിലോട്ട് പോയി കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. അതുമല്ല, നല്ല രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് കണ്ട് ആ ഒരു ഗ്യാപ്പ് അപ്പിൽ അവിടെ സർവൈവും ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു സൈനാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് ഈ ഒരു റീജിയനിൽ നിന്ന് ഇവർ ലോവർ ഹൈ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൻ്റെ അകത്താണ് ട്രേഡ് ചെയ്ത് താഴോട്ട് വരുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കാം. ഒരിക്കലും നമുക്ക് ഒരു പോസിബിലിറ്റിയാണ് ഈ ഒരു റീജിയനിൽ നിന്ന് താഴോട്ട് വന്നേക്കാം. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു 19,500 എന്ന റീജിയൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീജിയൻ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 19,500, 550. ഈ ഒരു 19,500, 550 റീജിയനിൽ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് യു ടേൺ എടുത്ത് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അപ്പം ഈ ഒരു റീജിയണിന് മുകളിൽ 19,500 എന്ന റീജിയണിന് മുകളിൽ നമുക്കൊരു ക്ലോസിങ്ങുകൾ തരികയാണെങ്കിൽ, 19,600 മുകളിലൊക്കെ ഒരു വീക്കിലിയിലാണെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങുകൾ വ്യക്തമാകുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് ഇനി പോസിറ്റീവ് ഡയറക്ഷനിൽ മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് റീജിയനോട് ചേർന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ യു ടേൺ എടുക്കാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഏറ്റവും നല്ലതൊന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നതെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നേരിട്ട് മുകളിലേക്ക് പോകുന്നേക്കാളും ഒന്ന് ജസ്റ്റ് കൺസോൾഡേറ്റ് ചെയ്ത് പതുക്കെയാണ് കയറി പോകുന്നതെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡെയിലിയിലേട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടുകളൊക്കെ ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 19,425 മാർക്കറ്റ് ഇപ്പം ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് ക്ലിയർ ആയിട്ടൊരു റെസിസ്റ്റൻസ് റീജിയനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ചേർന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു റീജിയൻ ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീജിയനാണ്. അപ്പം ആ ഒരു റീജിയനോട് തന്നെ ചേർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്തേക്കാം. ഈ ഒരു റീജിയൻ മുകളിലേക്ക് വന്ന് ബ്രേക്ക് ചെയ്തേക്കാം.
ഇതിന് മുകളിൽ നല്ല ക്ലോസിങ്ങുകൾ കിട്ടുന്നുണ്ട്. ഒരു 2-3 ദിവസമോ അല്ലെങ്കിൽ വീക്കിലിയിലൊക്കെ ഒരു ക്ലോസിങ് ഇത് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അതിനുശേഷം നമ്മൾ മുകളിലേക്കുള്ള ലെവൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല നമ്മൾ താഴോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു റീജിയൺ വരെ, അതായത് 19,250 താഴെ, 19,250 താഴെ വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സെല്ലിങ് കാണാൻ പറ്റും. ഈ ഒരു റീജിയണിൽ 19,250 താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ഡെയിലിയിലാണെങ്കിലും ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ, അത് ഡെയിലിയിലാണെങ്കിലും ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ക്ലിയർ സപ്പോർട്ട് റീജിയനാണ്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള സെല്ലിങ് നമുക്ക് താഴോട്ടുള്ള 18,900 വീണ്ടും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. താഴോട്ട് ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. മുകളിലേക്കാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് മുകളിലേക്ക് പോകത്തുള്ളൂ. അപ്പം ഈ ഒരു 18,900 ഒരുപക്ഷെ നിന്നേക്കാം, അല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ താഴോട്ട് പോയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സപ്പോർട്ട് റീജിയൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ റേഞ്ച് ഏതാണ്? 18, 19, 250 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 19,500 എന്ന ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻ്റാണ് തരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു മൂവ്മെൻ്റാണ് കാണുന്നത്. അപ്പം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് വന്നിട്ട് പിന്നെ ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ടൈം ഫ്രെയിമിനനുസരിച്ച് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻസ് ഇതൊക്കെ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, അവിടെ ജസ്റ്റ് ജോയിൻ ചെയ്യുക. വളരെ ഒരു സീക്രട്ട് ഓഫറാണ് നിങ്ങൾക്കിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെയ്യുമ്പോഴത്തേനും കിട്ടും. വളരെ ഒരു നല്ല ഒരു ഓഫറാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സമയത്ത്. അപ്പം എല്ലാവർക്കും ദീപാവലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത്. ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.